മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ പണിപ്പുര ടാസ്കിൽ ബിഗ് ബോസ് 5 പേർക്കായിരുന്നു ആ ടാസ്കിൽ പ്രവേശിക്കാൻ അവസരം കൊടുത്തത്. വൈൽഡ് കാർഡ്സിന് മാത്രമാണ്. അങ്ങനെ 5 പേർക്കും 10 മിനിറ്റ് സമയമാണ് കൊടുത്തത്. ആ സമയത്തിന് എല്ലാവരും പുറത്തിറങ്ങണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷേ ആ കറക്റ്റ് സമയത്തിന് ആരും തന്നെ പുറത്തിറങ്ങിയില്ല. പക്ഷേ ജിഷിൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ സാധനം എടുത്ത് പുറത്തിറങ്ങി ബിഗ് ബോസ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞത് നെവിനോട് നോക്കാനാണ്. ക്യാപ്റ്റനായ നെവിൻ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറഞ്ഞത് കറക്റ്റ് സമയത്ത് ഇറങ്ങിയില്ല എന്നാണ്. ആ സമയത്ത് അക്ബർ ജിഷിൻ്റെ ഡ്രസ്സ് എടുത്ത് വലിച്ചെറിഞ്ഞു. ഞങ്ങളുടെ ഡ്രസ്സ് വലിച്ചെറിയാൻ ആർക്കും ഇവിടെ ബിഗ് ബോസ് അധികാരം നൽകിയിട്ടില്ല. എൻ്റെ ഡ്രസ്സ് ഞാൻ എടുക്കും, കാരണം ഞാൻ കറക്റ്റ് സമയത്തിന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിഷിൻ ലിവിങ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞു. ആ സമയത്ത് പിന്നെയും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റൻ എന്താണ് ആ ടാസ്കിൽ സംഭവിച്ചത്, അവർ കറക്റ്റ് സമയത്ത് പുറത്തിറങ്ങിയെന്ന്. അപ്പോൾ വീണ്ടും നെവിൻ പറയുന്നത് അവർ കറക്റ്റ് സമയത്ത് പുറത്തിറങ്ങിയില്ല. പിന്നെ എങ്ങനെയാണ് ജിഷിൻ്റെ കയ്യിൽ ഈ സാധനങ്ങൾ വന്നത്, തിരിച്ച് പണിപ്പുരയിൽ കൊണ്ടുവെക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പണിപ്പുരയിലായിട്ട് കൊണ്ടുവെക്കാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും അക്ബറൊക്കെ കൈകൊട്ടിച്ചിരിക്കാനും അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ കറക്റ്റായിട്ട് കണ്ടതാണ്, നിങ്ങളത് എടുത്തിട്ടില്ല, നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അക്ബറും ജിഷിനും ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടിയായിരുന്നു നടന്നത്. ആ സമയത്ത് ഷാനവാസും അക്ബറും ആദിലയും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദിൽ ചോദിക്കുന്നുണ്ട്, ശരിക്കും ഇക്ക കണ്ടിട്ടുണ്ടായിരുന്നോ, ജിഷിൻ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് ജിസേലും അതേപോലെ നെവിനൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഇല്ല, ശരിക്കും ഞാൻ കണ്ടതാണ്, ഞാൻ കറക്റ്റ് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഇക്ക പറയുന്നത് സത്യമാണെങ്കിൽ ഇക്ക എൻ്റെ കൈ തൊട്ട് സത്യം ചെയ്യാൻ പറയുമ്പോൾ സത്യമായിട്ട് ഞാൻ സത്യം ചെയ്യുന്നുണ്ട്. അക്ബർ സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ കണ്ട കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ, ഞാനത് കണ്ടതാണ്. അതിൽ ഇന്ന് നൂറേനോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അനുമോൾ ഇപ്പോൾ കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനുമോളെ തകർക്കാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്തുണ്ട്. കാരണം അവൾ എൻ്റെ അടുത്ത് പല കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയമാകുമ്പോൾ ഞാനത് എല്ലാവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. ഞാൻ ആരുടെയും ഒരു ടീമിലും പോയി ആരുടെ അടുത്തും ചെവിയിലൊന്നുമല്ല പോയി പറയുന്നത്. അത് ഞാനിവിടെ പബ്ലിക്കായിട്ട് തന്നെ ഞാനത് പൊട്ടിക്കും. ഇനി എൻ്റെ 2 ഫേസ് ഉണ്ട്. ആ ഒരു ഫേസാണ് ഞാൻ ഇനി ഇവിടെ എടുക്കാൻ പോകുന്നത്. ദേഷ്യപ്പെടുന്ന ആദിലയും മാറുകയാണ്. അതിൽ അനുമോളെ ചതിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.